ഒരു നല്ല പ്രഭാതവും കൂടെ നമുക്ക് ദാനമായി തന്ന വലിയവനായ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം ഇപ്രകാരം പറയുന്നു: പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ അവർ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് ഒന്നും കൊടുത്തില്ല. വാതിലുകൾ അടച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാതിൽ തുറക്കുന്ന ദൈവത്തെക്കുറിച്ച് ഇന്ന് ചിന്തിക്കാം. ഏറ്റവും ശ്രേഷ്ഠമായതും മഹത്വമായതും പിതാവിൻ്റെ ഭവനത്തിൻ്റെ വാതിൽ തുറക്കണമെങ്കിൽ മറ്റു പല വാതിലുകളും ഒരു വ്യക്തിയുടെ മുമ്പിൽ ദൈവം അടയ്ക്കുക തന്നെ ചെയ്യും. നാം സഹായത്തിനായിട്ട്, നാം നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് പല വ്യക്തികളെ, പല സാഹചര്യങ്ങളെ ഒക്കെ സമീപിക്കുമ്പോൾ അതൊക്കെ അടയ്ക്കപ്പെട്ടതായിട്ട് നമ്മുടെ ജീവിതത്തിൽ തോന്നുന്നെങ്കിൽ വിശ്വാസിക്ക് ചേർത്ത് പറയാം, ഏറ്റവും മേത്തരമായത് അപ്പൻ്റെ ഭവനത്തിലേക്കുള്ള വാതിൽ എനിക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ദിവസങ്ങൾ, സമയങ്ങൾ, നിമിഷങ്ങൾ അടുത്തു എന്ന് പറയാം. 15-ാം അധ്യായത്തിലെ ധൂർത്തപുത്രൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത് പന്നിക്കൂട്ടിലാണ്. അപ്പൻ്റെ ഭവനത്തിലെ സമ്പൽ സമൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിൽ നിന്നും സ്വന്തമായ തീരുമാനത്തിലൂടെ പുറപ്പെടുന്ന മകൻ എത്തി നിൽക്കുന്ന ഇടം പന്നിക്കൂടാണ്. എന്നാൽ ആ പന്നിക്കൂട്ടിൽ പന്നി കഴിക്കുന്ന വാളവര കൊണ്ടെങ്കിലും തൻ്റെ ജീവൻ നിലനിർത്താം എന്ന് താൻ ചിന്തിച്ചപ്പോൾ പന്നിയെപ്പോലും തനിക്ക് വിരോധമായി നിർത്തുന്ന ദൈവിക പദ്ധതി ആ പന്നിക്കൂട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുപക്ഷെ പന്നി അവനെ ഈ ധാന്യം തിന്നുവാൻ, ഏറ്റവും മോശമായ ധാന്യം അത് തിന്നുവാൻ അവനെ അനുവദിച്ചിരുന്നെങ്കിൽ അവൻ നല്ല ഒരു പന്നി നോട്ടക്കാരനായിട്ട് തൻ്റെ ആയുഷ്കാലം അവിടെ കഴിച്ചേനെ. എന്നാൽ സ്വർഗത്തിലെ അപ്പൻ്റെ പദ്ധതി, നീ ഒരു പന്നി നോട്ടക്കാരനായി അധപ്പതിക്കേണ്ടവനല്ല. നീ അപ്പൻ്റെ ഭവനത്തിൽ വന്ന് വിശേഷ വസ്ത്രം ധരിച്ച് മുദ്രമോതിരമിട്ടുകൊണ്ട് നല്ല ഭോജനം കഴിച്ച് അധികാരത്തോടെ ഇരിക്കേണ്ടവനാണ്. ആ വ്യക്തിയെ തിരികെ പിടിക്കുവാനായിട്ട്, അപ്പൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു പിടിക്കുവാനായിട്ട്, അപ്പൻ്റെ കൂട്ടായ്മയിലേക്ക് തിരിച്ചു പിടിക്കുവാനായിട്ട് ദൈവം ഒന്നിനു പുറകെ പല വാതിലുകൾ അവൻ്റെ മുമ്പിൽ അടയ്ക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അവസരങ്ങൾ, സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നാം വല്ലാതെ ഭാരപ്പെടും. എനിക്ക് ഒരു വഴിയും കാണുന്നില്ലല്ലോ. ഏതെങ്കിലും ഒരു വഴിയിലൂടെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് നാം പലതിനെയും ആശ്രയിക്കുമ്പോൾ എല്ലാ വാതിലുകളും കൊട്ടി അടയ്ക്കപ്പെട്ടവനായി ഒരു രക്ഷയുമില്ലാതെ നാം നട്ടം തിരിയുകയാണെങ്കിൽ അവിടെ നിന്ന് നാം ദൈവീക പദ്ധതിയിലേക്ക് പ്രവേശിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട ധൂർത്തപുത്രന് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, തൻ്റെ ഐഡൻറ്റിറ്റി, വ്യക്തിത്വം അത് നഷ്ടപ്പെട്ടു, സുബോധം നഷ്ടപ്പെട്ടു. അങ്ങനെ പലതും നഷ്ടപ്പെട്ടവനായി ഇന്ന് അവനായിരിക്കുന്നു. ഈ നഷ്ടങ്ങളുടെ പട്ടികയിൽ ഏറ്റവും വലുത് അപ്പനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടത് വഴി തൻ്റെ സുബോധം നഷ്ടപ്പെട്ടതാണ്. എന്താണ് സുബോധം? താൻ ആയിരിക്കുന്ന അവസ്ഥയുടെ പരിണിത ഫലം, അനന്തരഫലം മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്നതിനെയാണ് സുബോധം നഷ്ടപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത്. താൻ ആരെന്ന തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോകുന്നു. താൻ ആരാകേണ്ടുന്നവനാണ് എന്ന കാഴ്ചപ്പാടും നഷ്ടപ്പെട്ടു പോകുന്നു. ഈ രണ്ട് തിരിച്ചറിവുകളും നഷ്ടപ്പെടുക വഴി ഇനി സംഭവിക്കാൻ പോകുന്ന അതിദുരന്തത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ ആയിരിക്കുന്ന ഇടത്ത് കഴിഞ്ഞുകൂടുന്ന അവസ്ഥയ്ക്ക് നമുക്ക് പറയാൻ സാധിക്കും, സുബോധം നഷ്ടപ്പെട്ടു. എന്നാൽ പിതാവിൻ്റെ സ്നേഹം അവൻ്റെ മുമ്പിൽ കൂട്ടുകാർ നഷ്ടമായി, ആരോഗ്യം നഷ്ടമായി, അവൻ്റെ സമ്പത്ത് നഷ്ടമായി. എന്നാൽ നഷ്ടമാകാത്തതായിട്ട് ഈ അവസ്ഥയിലും ഒരൊറ്റ കാര്യം അവശേഷിക്കുന്നുണ്ട്: പിതാവിൻ്റെ സ്നേഹം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ എത്ര വലുതാണെങ്കിലും അപ്പൻ്റെ സ്നേഹം ഒരിക്കലും നഷ്ടമാകുന്നില്ലെന്ന് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ പന്നി കഴിക്കുന്ന, തിന്നുന്ന വാളവര പോലും തൻ്റെ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ടപ്പോൾ പെട്ടെന്ന് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരവസ്ഥാ വിശേഷമാണ് സുബോധം തിരിച്ചു പിടിക്കുക. നഷ്ടപ്പെട്ട സുബോധം തിരിച്ചു പിടിക്കുക. സുബോധം വന്ന അവന് തൻ്റെ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ച് പെട്ടെന്ന് ഓർമ്മ വരികയാണ്. ആ ഓർമ്മയിൽ നിന്ന് ഒരു മടക്ക യാത്രയിലേക്ക് അവൻ
തൻ്റെ പദ്ധതികളെ, പ്ലാനുകളെ ക്രമീകരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ഒരു വഴിയുമില്ലാതെ, ഒരാശ്വാസവുമില്ലാതെ, ഒന്നിനു പിറകെ ഒന്നിനായി പല പല വാതിലുകൾ കൊട്ടി അടയ്ക്കപ്പെടുമ്പോൾ നാം നിരാശയിലേക്ക് പോകുന്നതിന് വഴി പകരം അപ്പൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള സുബോധം പ്രാപിക്കേണ്ടുന്നവരായി തീരേണ്ടത് ആവശ്യമാണ്. ഒരു വ്യക്തി ജീവിതത്തെ നശിപ്പിക്കണമെങ്കിൽ പൈശാചിക മണ്ഡലങ്ങൾ അഥവാ സാത്താൻ ആദ്യം കൈവയ്ക്കുന്നത് അവൻ്റെ സുബോധത്തെയാണ്. ഒരുവൻ്റെ സുബോധത്തെ കെടുത്തിക്കളഞ്ഞാൽ, ഒരുവൻ്റെ സുബോധത്തെ അന്ധകാരമാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഒരു അടിമയാക്കിക്കൊണ്ട് ഏത് നില വരെ അധപ്പതിപ്പിക്കുവാൻ പിശാചിന് സാധിക്കും. അതുകൊണ്ട് പിശാച് നമ്മുടെ ജീവിതത്തിൽ സുബോധത്തിൻ്റെ മണ്ഡലങ്ങളിൽ കൈവയ്ക്കാതിരിപ്പാൻ ഏറെ ദൈവകൃപയോടെ നാം കാത്തിരിക്കണം. ഇവിടെ സുബോധം തിരിച്ചു വന്ന അവന് ഒത്തിരി കാഴ്ചപ്പാടുകൾ, ഉൾക്കാഴ്ചകൾ ഉണ്ടാവുകയാണ്. തൻ്റെ അപ്പൻ്റെ ഭവനത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ, താൻ ആരാണ്, താൻ ആരാകേണ്ടുന്നവനാണ്, ഇതൊക്കെ ചിന്തിച്ച് മടങ്ങി വരികയാണ് ചെയ്യുന്നത്. എന്നാൽ മടക്കയാത്രയിൽ അവിടെ വ്യക്തമായി പറയുന്നുണ്ട്, യാചകനായി വരുന്ന മകനെ ഒരു യാചകനായി ഉൾക്കൊള്ളുവാൻ പിതാവിന് അല്പം പോലും താല്പര്യമില്ല. പുത്രത്വത്തിൻ്റെ സകല അവകാശത്തോടും കൂടി, സകല അംഗീകാരത്തോടും കൂടി, സകല അധികാരത്തോടും അവകാശത്തോടും കൂടി തന്നെ സ്വന്തം ഭവനത്തിലേക്ക് ചേർക്കുവാനായിട്ട് പിതാവ് അവനോട് തൻ്റെ യാചക വസ്ത്രം അഴിച്ചു മാറ്റുവാനായിട്ട് പറയുന്നുണ്ട്. കീറിപ്പറഞ്ഞ വസ്ത്രവും ഇട്ടുകൊണ്ട് ഒരു യാചകന് തുല്യമായിട്ട് ഒരിറ്റ് ഭക്ഷണത്തിന് വേണ്ടി അപ്പൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന സകലവും നഷ്ടപ്പെട്ട ധൂർത്തപുത്രനോട് ഭക്ഷണമല്ല ആദ്യം കൊടുക്കുവാൻ തൻ്റെ ദാസന്മാരോട് അപ്പൻ ആവശ്യപ്പെടുന്നത്. അപ്പൻ അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, വേഗം മേത്തരമായ അങ്കി കൊണ്ടുവരുവിൻ. ഇവിടെ അങ്കിക്കാണ് പ്രശ്നം. അപ്പൻ്റെ ഭവനത്തിനകത്ത് പ്രവേശിക്കുവാൻ ഇപ്പോൾ നീ ഇട്ടിരിക്കുന്ന ഈ യാചക വസ്ത്രം പര്യാപ്തമല്ല. വേദപുസ്തകത്തിൽ പലയിടത്തും നാം ഉടുക്കേണ്ട വിശേഷ വസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മണവാട്ടി സഭ മണവാളനോടൊത്ത പന്തി ഭോജനത്തിലിരിക്കണമെങ്കിൽ കറയും ചുളുക്കവും ഇല്ലാത്ത വിശേഷവും ശുദ്ധവുമായ വസ്ത്രം നാം ധരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കീറിപ്പറിഞ്ഞ വസ്ത്രത്തിന് അപ്പൻ്റെ ഭവനത്തിലെ ദാസന്റെ സ്ഥാനം പോലും കൊടുക്കുവാൻ ഉതകുന്നതല്ല. അതുകൊണ്ട് വിശന്ന് മരണാസനായി വന്ന മകന് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അപ്പൻ ചെയ്യുന്നൊരു ക്രമീകരണമുണ്ട്. പിശാച് കൊണ്ടു നടന്ന് അവനെ നശിപ്പിച്ച് ഉടുപ്പിച്ച ആ യാചകന്റെ വസ്ത്രം അതഴിച്ചു മാറ്റണം. മടങ്ങി വരുന്ന ഏതൊരു വ്യക്തിക്കും അപ്പനുമായി നല്ലൊരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ആദ്യമായി ചെയ്യേണ്ടത് നമുക്ക് ലോകം ഉടുപ്പിച്ചു തന്ന പരിഹാസത്തിൻ്റെയും നിന്ദയുടെയും പരാജയത്തിൻ്റെയും പാപത്തിൻ്റെയും വസ്ത്രം നാം മാറ്റി കാൽവറി ക്രൂശിലെ പുണ്യാഹ രക്തത്തോടെ നമുക്ക് നേടിത്തന്ന വിശേഷാൽ അങ്കി നാം ധരിക്കണം. ആ അങ്കി ധരിക്കുന്ന നിമിഷം പുത്രത്വത്തിൻ്റെ അവകാശത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മക്കളെങ്കിൽ നാം അവകാശികളാണ്. ഒരിറ്റ് ചോറിനു വേണ്ടി, ഒരിറ്റ് വറ്റിനു വേണ്ടിയാണ് അവൻ അപ്പൻ്റെ ഭവനത്തിലേക്ക് വന്നതെങ്കിൽ പടിപടിയായിട്ട് അപ്പൻ അവൻ്റെ ജീവിതത്തിലേക്ക്, സ്നേഹമയായ അപ്പൻ അവൻ്റെ ജീവിതത്തിലേക്ക് പലതും കൂട്ടിച്ചേർക്കുകയാണ്. വിശേഷാൽ വസ്ത്രത്തിന് പുറമെ അവന് മുദ്രമോതിരം കൊടുക്കുന്നുണ്ട്. അത് അധികാരത്തെ കാണിക്കുന്നു. അതിനുശേഷം അവന് കാലിൽ ചെരുപ്പ് കൊടുക്കുന്നുണ്ട്. തൻ്റെ ദാസന്മാർക്ക്, അടിമകൾക്ക് ചെരുപ്പില്ലാത്ത സമ്പ്രദായത്തിൽ എൻ്റെ മകൻ ചെരുപ്പ് ധരിച്ച് തന്നെ വീട്ടിൽ കയറണമെന്നുള്ളത് അപ്പൻ്റെ ആഗ്രഹമാണ്. അതിനുശേഷമാണ് തടുപ്പിച്ച കാളയെ കൊണ്ടുള്ള വലിയ വിരുന്ന് അവന് കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ യാചക വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട്, പിശാചിട്ടിരിക്കുന്ന ഹീനമായിട്ടുള്ള ഈ വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അടയ്ക്കപ്പെട്ട അനേക വാതിലുകളുടെ മുമ്പിൽ നിന്ന് നെടുവീർപ്പിടുന്ന നമുക്ക് വിശ്വാസത്തോടെ പറയാം, ഈ വാതിലുകളൊക്കെയും എൻ്റെ മുമ്പിൽ അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മേത്തരമായ അപ്പൻ്റെ ഭവനത്തിൻ്റെ വാതിൽ അവിടെ തുറന്നു കിടക്കുകയാണ്. അടയ്ക്കപ്പെട്ട ലോക വാതിലുകൾക്ക് മുമ്പിൽ നിന്ന് മുട്ടി മുട്ടി ക്ഷീണിക്കുന്ന വിശ്വാസിയെ, നീ അവിടെ നിന്ന് ഒരു യൂ ടേൺ എടുത്തുകൊണ്ട് അപ്പൻ്റെ ഭവനത്തിലേക്ക് പോവുക. അവിടെ മുട്ടേണ്ട ആവശ്യം പോലുമില്ല. വാതിലുകൾ മലർക്കെ തുറന്നിരിക്കുകയാണ്. അതുകൊണ്ട് തൽക്ക സമയത്ത് കരുണ ലഭിക്കുവാനായിട്ട് ധൈര്യത്തോടെ നമുക്ക് കൃപാസനത്തിൻ്റെ മുമ്പിലെത്താം. അവകാശത്തിൻ്റെയും പുത്രത്വത്തിൻ്റെയും ആ മഹനീയ പദവിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രാർത്ഥിക്കാം.
സ്നേഹവാനായ നല്ല ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ പല വാതിലുകളും കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ ഞങ്ങൾ സങ്കടത്തിലും ഭാരത്തിലും പ്രയാസത്തിലുമായി പോകുന്നു. എന്നാൽ ഞങ്ങളെ മടക്കി അപ്പൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവിക പദ്ധതിയുടെ വലിയ പ്രത്യാശയാണ് ഈ അടയ്ക്കപ്പെട്ട വാതിലുകളെന്ന് ഞങ്ങൾ അറിയുന്നു. തങ്ങി നിൽക്കുന്ന ഞങ്ങളെ എത്തേണ്ടിടത്ത് എത്തിക്കുവാനായിട്ട് ദൈവം ചില വാതിലുകൾ അടയ്ക്കുമ്പോൾ തുറക്കപ്പെട്ട വാതിലൂടെ അപ്പൻ്റെ സ്നേഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. സകല നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണം, ശക്തീകരിക്കണം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നല്ലൊരു പ്രഭാതം, നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു.